അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യ തന്നെ. പാകിസ്ഥാന്റെ കയ്യിലുള്ള എണ്ണശേഖരം വികസിപ്പിക്കാൻ US തയ്യാറെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ട്രോളുന്നത് ഇന്ത്യയെ കൂടിയാണ്. ഈ ഒരു കാര്യത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിനായി ഒരു കരാർ ഒപ്പിട്ടതായും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കരാർ പ്രകാരം ഏത് കമ്പനിക്കാണ് ഇതിന്റെ ചുമതല നൽകേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ തീരുമാനം ഇന്ത്യക്കെതിരെയുള്ള പ്രതികാരമായി വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങിയതിനു പിന്നാലെ ഇന്ത്യക്ക് 25% തിരികെയും പിഴയും പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ടതായി ട്രംപ് പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കളിയാക്കൽ എന്നാണ് വിലയിരുത്തൽ. അമേരിക്ക ഇന്ത്യ സൗഹൃദം തകരുന്നതിന്റെ തുടക്കമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. പാകിസ്ഥാനുമായി ഞങ്ങൾ ഒരു കരാർ ഒപ്പിട്ടു. അതിലൂടെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വമ്പിച്ച എണ്ണശേഖരം വികസിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകുന്ന എണ്ണ കമ്പനിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ് ഞങ്ങൾ. ആർക്കറിയാം, ഒരുപക്ഷെ അവർ ഒരു ദിവസം ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കും, ട്രംപ് കുറിച്ചു. US-നെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി രാജ്യങ്ങളിലെ നേതാക്കളുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്നും ഇതേ പോസ്റ്റിൽ ട്രംപ് പറയുന്നുണ്ട്. താരിഫ് കുറയ്ക്കുന്നതിനായി നിരവധി രാജ്യങ്ങൾ US-ന് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെന്നും ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി വൻതോതിൽ കുറയ്ക്കുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഇന്ത്യയുമായി ട്രംപ് ഇത്തരത്തിൽ കരാർ ഒന്നും ഒപ്പിടാൻ സാധിക്കുന്നില്ല. 2022 യുക്രൈനു മേൽ റഷ്യ യുദ്ധം ആരംഭിക്കുകയും US-ഉം യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷമായിരുന്നു ഇന്ത്യ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങിത്തുടങ്ങിയത്. അതിനു മുമ്പ് ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം 1% താഴെയായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 40% കൂടുകയും ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ സ്രോതസ്സായി റഷ്യ മാറുകയും ചെയ്തു. കഴിഞ്ഞ മാസം പ്രതിദിനം 2.08 മില്യൺ ബാരൽ വീതം റഷ്യൻ എണ്ണയാണ് ഇന്ത്യ വാങ്ങിയത്. കഴിഞ്ഞ 11 മാസത്തെ ഏറ്റവും ഉയരമാണിത്. വിപണി വിലയേക്കാൾ വൻതോതിൽ ഡിസ്കൗണ്ട് നൽകിയാണ് റഷ്യ ഇന്ത്യൻ വിപണി പിടിച്ചെടുത്തത്. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. ട്രംപ് നേരത്തെ ഇന്ത്യയെ നികുതി രാജാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് മേൽ US-ന്റെ കനത്ത ആഘാതം. US-ൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തിരികെയും അധിക പിഴയും ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഓഗസ്റ്റ് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും US-ഉമായുള്ള ദീർഘകാല വ്യാപാര തടസ്സങ്ങളുമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്.